ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് SPC ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം, SPCയുടെ പൂർണ്ണരൂപം എന്താണ്? സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്. SPC ഡയറക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം തിരുവനന്തപുരം. SPCയുടെ ആപ്തവാക്യം എന്താണ്? ഉത്തരം വി ലേൺ ടു സെർവ്. SPC പദ്ധതി കേരളത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ച വർഷമേത്? ഉത്തരം 2010 ഓഗസ്റ്റ് 2. SPC പതാകയുടെ നിറമെന്താണ്? ഉത്തരം നീല. ദേശീയ തലത്തിൽ SPC പദ്ധതി ആരംഭിച്ചത് ആരാണ്? ഉത്തരം രാജ്നാഥ് സിംഗ്. SPC പദ്ധതിയിൽ കേഡറ്റുകൾ യൂണിഫോമിനോടൊപ്പം ധരിക്കുന്ന തൊപ്പിയുടെ പേരെന്താണ്? ഉത്തരം ബീററ്റ് ക്യാപ്പ്. SPCയുടെ പതാക പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെയാണ്? ഉത്തരം ദേശീയ സമഗ്രത അടിസ്ഥാനമാക്കിയുള്ള അച്ചടക്കത്തിലും സന്മാർഗതയിലും. SPC പരേഡിൽ ക്വിക്ക് മാർച്ച് ചെയ്യുമ്പോൾ എത്ര ഇഞ്ച് അകലത്തിലാണ് കാൽപാദങ്ങൾ വയ്ക്കേണ്ടത്? ഉത്തരം 24 ഇഞ്ച്. വിദ്യാഭ്യാസ വകുപ്പിനോടൊപ്പം SPC പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന പ്രധാന വകുപ്പ് ഏതാണ്? ഉത്തരം ആഭ്യന്തര വകുപ്പ്. SPCയുടെ മൂല്യാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ദൃശ്യപാഠം. കേരളത്തിൽ ഏത് സംസ്ഥാനത്തു നിന്നുള്ള സഹായത്തോടെയാണ് കേരളത്തിലെ സ്കൂളുകളിൽ SPC പദ്ധതി ആരംഭിച്ചത്? ഉത്തരം രാജസ്ഥാൻ. SPC പ്രൊജക്റ്റിൻ്റെ സംസ്ഥാനതല ഉപദേശക ചെയർമാൻ ആരാണ്? ഉത്തരം സംസ്ഥാന പോലീസ് മേധാവി. ദേശീയ തലത്തിൽ SPC പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? ഉത്തരം അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗ്. SPC പദ്ധതിയിൽ സ്കൂൾ തലത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം DI അഥവാ ഡ്രിൽ ഇൻസ്ട്രക്ടർ. SPCയുടെ സ്കൂൾ തല ഉപദേശക ചെയർമാൻ ആരാണ്? ഉത്തരം പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ പ്രധാനാധ്യാപിക. ഹൈദരാബാദിലെ നാഷണൽ പോലീസ് അക്കാദമി ഏത് നേതാവിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. SPC പദ്ധതിയുടെ ആദ്യ സംസ്ഥാന നോഡൽ ഓഫീസർ ആരായിരുന്നു? ഉത്തരം P. വിജയൻ IPS. SPC ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 2. SPC പദ്ധതി സ്കൂളുകളിൽ ആരംഭിച്ചത് എന്നാണ്? 2010 ഓഗസ്റ്റ് 27. SPC കേഡറ്റ്സ് ഡേ ആയി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 27. SPC പദ്ധതിയുടെ ഔദ്യോഗിക വെബ് പേജ് ഏതാണ്? ഉത്തരം www.studentspolicecadet.org. SPC ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ആരാണ്? ഉത്തരം ജില്ലാ കളക്ടർ. SPC ഗീതത്തിൻ്റെ രചയിതാവാര്? ഉത്തരം K. ജയകുമാർ IAS. SPCയുടെ ദേശീയ ഗാനം ആലപിച്ചത് ആരാണ്? ഉത്തരം ബോളിവുഡ് ഗായകനായ ഷാൻ. SPCയുടെ മൂല്യാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ദൃശ്യപാഠം.
SPC പദ്ധതിയുടെ ചുമതലയുള്ള അധ്യാപകർക്ക് നൽകിയിരിക്കുന്ന ഔദ്യോഗിക നാമം എന്താണ്? ഉത്തരം CPO. കേരളത്തിലെ ഏത് സ്കൂളാണ് SPC പ്രൊജക്റ്റിൻ്റെ കേരളത്തിലെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്? ഉത്തരം ചാല ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ, തിരുവനന്തപുരം. SPC പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം സ്റ്റേറ്റ് നോഡൽ ഓഫീസർ. SPCയുടെ ഐഡൻറ്റിഫിക്കേഷൻ സിംബൽ ഏതാണ്? ഉത്തരം പോലീസ് യൂണിഫോം. ജില്ലാതല നോഡൽ ഓഫീസർ ഏത് റാങ്കിലുള്ള ഓഫീസറാണ്? ഉത്തരം DYSP. ബ്രേക്ക് ഓഫ് പറയുമ്പോൾ SPC കേഡറ്റുകൾ ഏതു ഭാഗത്തേക്കാണ് തിരിയേണ്ടത്? ഉത്തരം വലതുഭാഗത്തേക്ക്. SPC പദ്ധതിയിൽ ഒരു പ്ലാറ്റൂണിൽ ഉണ്ടായിരിക്കേണ്ട പരമാവധി കേഡറ്റുകളുടെ എണ്ണം എത്ര? ഉത്തരം 22 പേർ. SPC പ്രൊജക്റ്റിനെ സംസ്ഥാന തലത്തിലുള്ള റോഡ് സുരക്ഷയ്ക്കായുള്ള ബോധവൽക്കരണ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഏത് അതോറിറ്റിയാണ്? ഉത്തരം കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി. SPC കേഡറ്റ് അറ്റൻഷൻ പൊസിഷനിൽ നിൽക്കുമ്പോൾ കാൽപാദങ്ങൾക്കിടയിലെ കോണളവ് എത്രയായിരിക്കണം? ഉത്തരം 30 ഡിഗ്രി. SPC ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന നയരൂപീകരണ സമിതി ഏതാണ്? ഉത്തരം സംസ്ഥാനതല ഉപദേശക സമിതി. ഒരു ഭൂപടത്തിൻ്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം വടക്ക്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരമേത്? ഉത്തരം ബാംഗ്ലൂർ. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം എറണാകുളം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷമേത്? ഉത്തരം 1950. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. അടുത്തത് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ്. ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.